ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഹെന്ന തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഹെന്ന തയ്യാറാക്കാനായി ആദ്യം നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്ട്രോങ് ടീ ആണ് എപ്പോഴും ഹെന്ന തയ്യാറാക്കാനായിട്ട് ആവശ്യം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ചായ തണുത്തിട്ടുണ്ട്, ഞാനത് അരിച്ചെടുത്തു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹെന്ന പൗഡറാണ്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ മുടി ഷോർട്ട് ഹെയർ ആണ്. അതുപോലെ തന്നെ എനിക്ക് നര വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് പൗഡർ എടുത്തിട്ടുള്ളത്. ഇത് തന്നെ എനിക്കൊരു 2 തവണ ഹെന്ന അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള കൂട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ആംല പൗഡർ ചേർത്ത് കൊടുക്കാം. ആംല പൗഡർ ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം, സൈനസോ ആസ്മയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ ഇത് ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം ഭയങ്കര തണുപ്പാണ് ഇതിന്. എസ്പെഷ്യലി തല മുഴുവൻ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ, ജലദോഷമൊക്കെ എപ്പോഴും ക്രോണിക്കായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ആംല പൗഡർ കഴിയുന്നത് ഒഴിവാക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ തേയിലവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്ട്രോങ് ടീ തയ്യാറാക്കിയിരുന്നല്ലോ, അത് ഒരു 4 ടേബിൾ സ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേ നമ്മുടെ ആ കൺസിസ്റ്റൻസി ശരിയായി വരുള്ളൂ. ഒറ്റയടിക്ക് ആദ്യമേ എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൺസിസ്റ്റൻസി പാകമല്ല എങ്കിൽ നമുക്കൊരല്പം ബീട്രൂട്ടും തേയിലവെള്ളവും മാറി മാറി ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് തിക്കാണ്. ഇതിലേക്ക് നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ തേയിലവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഇപ്പം ഹെന്ന നല്ല ലൂസായിട്ടുണ്ട്. എങ്കിലും ഈ ഒരു കൺസിസ്റ്റൻസി നമ്മളിപ്പോൾ ഹെന്ന 12 മണിക്കൂർ വെച്ചെടുക്കുന്ന സമയത്ത് ഒന്നുകൂടി തിക്കാവും. അപ്പോൾ നമുക്ക് കുറച്ച് തേയിലവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളെപ്പോഴും ഹെന്ന തയ്യാറാക്കുമ്പം ഇരുമ്പിൻ്റെ പഴയ ചീനച്ചട്ടിയോ പാത്രമോ ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. ഇവിടെ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലൊരു ഇരുമ്പിൻ്റെ ആണി ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊന്നും ഇല്ല എങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ സാധിക്കുമെങ്കിൽ എപ്പോഴും ഇരുമ്പ് പാത്രത്തിൽ വേണം ഹെന്ന മിക്സ് ചെയ്ത് വെക്കാൻ. ഹെന്നയിൽ പൊതുവേ ലെമൺ ജ്യൂസ് ചേർക്കും. ഞാനിതിൽ ചേർത്തിട്ടില്ല. കാരണം അത് പലപ്പോഴും നമ്മുടെ ഓറഞ്ച് കളർ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കാൻ കാരണമാവും. അപ്പോൾ എനിക്ക് ആ കളർ അങ്ങനെ വരുന്നത് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം. അപ്പോൾ നമുക്കിതിൽ ഈ ആണിയിട്ട് ഇതൊന്നുകൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാം. അതല്ലെങ്കിൽ രാത്രിയിൽ തയ്യാറാക്കി ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ അപ്ലൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഹെന്ന രാത്രി മുഴുവൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പോൾ രാവിലെ ഒരു 10 മണിയായി കാണും. ഇപ്പോഴാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഈ കളറ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ആണി ഇട്ടതിൻ്റെ ഇതാണത്. നല്ല ഡാർക്കർ കളറായി വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ വെച്ചിരുന്നത് ഒരു ലൈറ്റ് മൈലാഞ്ചിയായിരുന്നു. ഇപ്പോൾ അത് നല്ല ഡാർക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു എഗ് വൈറ്റ് ചെറുതായി അടിച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം മാത്രമല്ല മഞ്ഞയോട് കൂടി തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ചിലപ്പം ഭയങ്കര സ്മെല്ലായിരിക്കും മുടിക്ക്. അതുകൊണ്ട് ഞാൻ മഞ്ഞ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞയോട് കൂടി തന്നെ ചേർക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നലെ ചേർത്ത ആണിയുണ്ട് ഇതിനകത്ത്, അത് എടുത്ത് കളയാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ ആണി അങ്ങ് സൈഡിലേക്ക് കളഞ്ഞേക്കാം. ഇനി ഇത് നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഒരു ഗ്ലൗസ് ഉപയോഗിക്കുക കേട്ടോ. കാരണം ഗ്ലൗസ് ഇട്ടാൽ നമ്മുടെ കൈക്കകത്ത് ഈ ഓറഞ്ച് കളറൊക്കെ പിടിച്ച് വൃത്തികേടാവില്ല. 2 ദിവസം കൊണ്ട് അങ്ങ് പോവും. പക്ഷേ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ ഹെന്ന അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളും ചെയ്യുക. ഒരു
2-3 മണിക്കൂർ തലയിൽ ഇത് നിർബന്ധമായിട്ടും തേച്ച് പിടിപ്പിക്കണം. പാക്കറ്റ് ഹെന്നയാണെങ്കിൽ ചിലപ്പം 2 മണിക്കൂർ കൊണ്ടൊക്കെ നല്ല കളർ വരും. പക്ഷെ നമ്മുടെ ഓർഗാനിക് ഹെന്നയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെങ്കിൽ ശരിക്കും ഒരു 3-4 മണിക്കൂർ അപ്ലൈ ചെയ്താലേ നമുക്ക് നല്ല കളർ കിട്ടുള്ളൂ. ഹെന്ന ഉണങ്ങിയിട്ട് നന്നായിട്ട് തണുത്ത വെള്ളം കൊണ്ട് കഴുകി കളയുക. അതിനുശേഷം മുടി നല്ലപോലെ ഉണങ്ങിയിട്ട് ഒരല്പം എസൻഷ്യൽ ഓയിലോ കോക്കനട്ട് ഓയിലോ അപ്ലൈ ചെയ്താൽ ആ മുടിയുടെ ഡ്രൈനെസ് അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണും വരേക്കും ബൈ ബൈ.